നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം പാർട്ടി അനൗദ്യോഗികമായി കൈക്കൊണ്ടുവെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ ഒരു പരാതി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ലഭിക്കുകയും അദ്ദേഹം ആ പരാതി സംസ്ഥാന പോലീസ് ചീഫിന് കൈമാറുകയും ചെയ്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസിൽ നിന്നും പുറത്തേക്കുള്ള വഴി തെളിഞ്ഞത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്നും പാർട്ടിയിൽ ശക്തമായ അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. ഇനി രാഹുലിനെ വച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കുമെന്നും പാർട്ടി ഉപ്പുവച്ച് കലം പോലെയാകുമെന്നും നേതാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. നേരത്തെ രാഹുലിനെ പിന്തുണച്ചവരെല്ലാം ഇപ്പോൾ പതിയെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചാൽ ആ പിന്തുണയ്ക്കുന്നവർ കൂടി പ്രതിരോധത്തിലാകുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് രാഹുലിനെ കൈവിടാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചത്. രാഹുലിനെ ഉടൻ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നാണ് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് നമ്മളോട് പറഞ്ഞത്. KPCC പ്രസിഡന്റിന് തൻ്റെ ഇമെയിലിൽ ലഭിച്ച ഈ പരാതിയിൽ പെൺകുട്ടിയുടെ പേരോ മറ്റു വിവരങ്ങളോ മറ്റ് ഡേറ്റോ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും വിവരങ്ങളൊന്നുമില്ലെങ്കിലും അത് നേരിട്ട് സംസ്ഥാന പോലീസ് ചീഫിന് DGPക്ക് കൈമാറിയിട്ടുണ്ട്. പോലീസ് അതിനെക്കുറിച്ച് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിക്ക് ലഭിച്ച ഔദ്യോഗികമായ പരാതി, അല്ലെങ്കിൽ പാർട്ടിക്ക് ആദ്യം ലഭിച്ച ഔദ്യോഗിക പരാതി എന്നുള്ളത് കൊണ്ട് അത് പോലീസിന് കൈമാറുകയും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുന്ന നടപടികളിലേക്ക് ഉടൻ നീങ്ങണമെന്ന് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രമുഖ പാർട്ടി നേതാക്കളുമായെല്ലാം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിച്ചുവെന്നാണ് നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വരും ദിവസങ്ങളിൽ 2-3 ദിവസത്തിനുള്ളിൽ എന്ന് വെച്ചാൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഒരു അറിയിപ്പ് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ നാളെയോ മറ്റന്നാളോ 24 മണിക്കൂറിൽ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താകുമെന്ന സൂചന കൃത്യമായി പാർട്ടി നൽകി കഴിഞ്ഞു. സണ്ണി ജോസഫിന് ഇമെയിലിൽ നിന്ന് ലഭിച്ച ആ പരാതിയിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ലെങ്കിലും അത് പോലീസിന് കൈമാറിയത് കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയ്ക്ക് തെളിവാണെന്നാണ് KPCC അധ്യക്ഷനടക്കം പറയുന്നതെങ്കിലും ഇതിനു മുമ്പും ഈ വിഷയം പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിരുന്നു. ഈ പെൺകുട്ടിയെ, കേരളത്തിന് പുറത്ത് പഠിക്കുന്ന പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച് ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും അതിനുശേഷം ഈ പെൺകുട്ടി ഇതിനെക്കുറിച്ച് പല കോൺഗ്രസ് നേതാക്കളോടും പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ആരും ഇത് അത്ര ഗൗരവത്തിലെടുത്തില്ല എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വന്ന ഈ ഗർഭചിത്ര പരാതിക്ക് മുമ്പ് തന്നെ ഈ പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവം നടിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുമ്പാണ് ഈ സംഭവം നടന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയും ആ പെൺകുട്ടിയെ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതെന്നും അതിനുശേഷമാണ് അദ്ദേഹം പാലക്കാട് MLA ആയതെന്നുമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതിനെല്ലാം മുമ്പ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാട് MLA ആക്കുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ വാക്കാലുള്ള പരാതി പല കോൺഗ്രസ് നേതാക്കളുടെയും മുന്നിലെത്തിയിരുന്നു. പക്ഷേ അന്നവർ അത് തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ എല്ലാം കൂടി മൊട്ടയടിച്ചവൻ്റെ തലയിൽ കല്ലുമഴ പെയ്തു എന്ന് പറയുന്ന പോലെ എല്ലാം കൂടി കോൺഗ്രസ് പാർട്ടിയുടെ തലയിലേക്ക് വന്നപ്പോഴാണ് ഇവർക്ക് ബോധം വന്നത്, തെളിച്ചം വന്നത്. അങ്ങനെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു.